ജയിലിനകത്ത് കഴിയേണ്ടവർ ഈ നാട് ഭരിക്കുന്നു, നല്ലവർ ജയിലിൽ കിടന്ന് നരയിക്കുന്നു. ഇതിനൊരു അറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ സ്വയം ഭരണം ഏറ്റെടുത്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ കാലനെ കൊണ്ട് തോറ്റു. ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുവന്ന് വഴി മുങ്ങിക്കളഞ്ഞു. പാവം ജയിൽ സൂപ്രണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ? വട്ടു വന്നാലല്ല ഒന്ന് തന്നെ. ഈ നാടിന്റെ ഭരണചക്രം ഇരിക്കുന്ന കൈകളിൽ വിലങ്ങോ? ആരെവിടെ? ഒരു ചട്ടിയിൽ എണ്ണ തിളക്കട്ടെ. ഇവരെ രണ്ടുപേരെയും ഫ്രൈ ചെയ്ത് കൊണ്ടുപോവാ. എടാ മക്കളെ, എന്നെ വിട്ടേരടാ. എന്നെ വിട്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രമോഷനാ. എന്റെ ഒരു മോൻ മന്ത്രിയാ. അവൻ വിചാരിച്ച നാളെ കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഡോക്ടറാ. എന്തു പറയുന്നു? വാട്ട് യു സേ? ഈ അടവൊക്കെ അങ്ങ് വെച്ചാലേ കഴിക്കാം. പ്രമോഷൻ വേണ്ടെങ്കിൽ വേണ്ട, കൈ നിറച്ച് കാശ് തന്നാലോ. എന്നെ വിടാവോ? എന്നെ വിടാവോന്ന്? കാശിപ്പോ കൈവശം ഉണ്ടോ? എന്നാ കാണട്ടെ. പണമെന്ന് പറഞ്ഞാൽ പിണവും വായ തുറക്കും. എന്റെ ഒരു മകൻ മന്ത്രിയാ, മനസ്സിലായില്ലേ? ഇനി ഒരുത്തൻ കയറ്റുമതി ഇറക്കുമതി, വേറൊരുത്തൻ ബ്ലേഡ് കമ്പനി. നമ്മുടെ നാട്ടിലെ പണം കായ്ക്കുന്ന മരങ്ങളാ ഇവരൊക്കെ. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാം. മിസ്റ്റർ മേനോൻ, ഇവരോട് അകത്തേക്ക് പോകും. ഇഞ്ചക്ഷൻ ചെയ്യാൻ നേഴ്സ് കാത്തു നിൽക്കുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ ഉമ്മാരോട് പറയായിരുന്നു സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ രോഗം കൂടുമെന്ന്. രണ്ടിനും വട്ടാ. സ്വന്തം അവയവങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം ഭേദമായെന്ന് പറയാം. മിസ്റ്റർ മേനോൻ, This is smoke noise. this is ചെവി. ഓ ഇതോ? It is lips, mouth, വായ. മനസ്സിലായില്ലേ? കൊള്ളാമല്ലോ, മേനോന് വളരെ ഭേദമുണ്ടല്ലോ. അതിനാണ് സാറേ തലയിൽ കിഡ്നി വേണമെന്ന് പറയുന്നത്. വാർഡിലേക്ക് കൊണ്ടു, വേഗം പോകും. Who are you? My son is a minister. What very nonsense. What very nonsense. No. Francis. പാവം നല്ലൊരു മനുഷ്യൻ. ഇത്ര ഉയർന്നിലുള്ള മക്കളുടെ എന്താ കാര്യം? ഓരോരുത്തരുടെ വിധി. മേനോന്റെ ലാത്തിയിൽ മിസ്റ്റർ വിനയന് വീണുവല്ലേ? ആ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. പിന്നെ മക്കളെ കുറിച്ച് പറഞ്ഞതോ? അതാണ് മേനോന്റെ അസുഖം. ഇല്ലാത്ത ഉണ്ടെന്ന് സങ്കല്പിക്കുക, അത് യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടെ പെരുമാറുക. ഇപ്പൊ ഇന്ത്യയുടെ ഭരണാധികാരി അങ്ങേരാണെന്ന ഭാവത്തിലാണ് മേനോൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാനിയ. ഇന്ന് ഷൈനിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറയണം, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. എന്നിട്ട് വേണം എനിക്ക് ചികിത്സ നിശ്ചയിക്കാൻ. ഓക്കെ? ശരി ഡോക്ടർ. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് പത്രത്തിലും പരസ്യം കൊടുത്തു. ഇനിയും കാത്തിരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇൻസ്പെക്ടർ. ഞങ്ങളും മനുഷ്യരാണ്, ആത്മാർത്ഥമായി അന്വേഷിക്കാനല്ലാതെ അത്ഭുതങ്ങൾ കാട്ടാൻ പറ്റില്ല. അത്ഭുതങ്ങൾ നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇതാ. ഇതെന്താണ്? തുറന്നു നോക്കാം. എന്റെ വക ഒരു ചെറിയ സമ്മാനം. പോരെങ്കിൽ പറയാം, മടിക്കണ്ട. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നാടോടുമ്പോൾ നടുവ് എന്ന് പറഞ്ഞതുപോലെ കൈക്കൂലിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങളും ധരിച്ചിരിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല ഇൻസ്പെക്ടർ. എനിക്ക് എന്റെ കുഞ്ഞിനെ ഉടൻ തിരിച്ചു കിട്ടണം. പണം നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന് എനിക്കും അറിയാം. ഈ നാട്ടിലെ വലിയ പണക്കാരി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവർ. ഒന്ന് നിങ്ങൾ മറന്നുപോയി, പണത്തിന് വില കൽപ്പിക്കാത്തവർ ഈ നാട്ടിലുണ്ടെന്ന്. ഇൻസ്പെക്ടർ, ആ പണം എടുത്ത് ബാഗിലിടൂ. കൈക്കൂലി വന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ അറിയാഞ്ഞിട്ടല്ല, അറിയാണെന്ന് കയറി ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് പോവാം. അന്വേഷണത്തിൽ നിന്ന് മറ്റൊന്നുകൂടി തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ തന്നത് തെറ്റായ പരാതിയാണ്. ആരോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു നിങ്ങളുടെ പരാതി. കുട്ടിയുടെ അച്ഛന്റെ കത്താണ്. കുട്ടി അയാളുടെ കൂടെ ഉണ്ടെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നും വിവരത്തിൽ നിങ്ങൾക്ക് അയാൾ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം മറച്ചു വെച്ചു. ആരുടെ മുമ്പിലും തോക്കാൻ പാടില്ല എന്ന വാശിയുടെ പേര്, പണം കൊണ്ട് എന്ത് നേടാമെന്ന അഹങ്കാരത്തിന്റെ പേര്.
കാര്യം പറഞ്ഞ കൊച്ചമ്മ ദേഷ്യപ്പെടരുത്. എന്താണ്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത് ഞാനും കേട്ടു. കൊച്ചമ്മ വിഷമിക്കരുത്. രശ്മിയെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ എനിക്കാവുന്നില്ല രാമു. ഒരു അമ്മയുടെ ദുഃഖം അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? കൊച്ചമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് പെങ്ങന്മാര്. അവരിൽ ഒരാളായിട്ടാണ് ഞാൻ കൊച്ചമ്മയെ കാണുന്നത്. കൊച്ചമ്മ കുട്ടിയെ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പോലീസിനെ കൊണ്ട് കഴിയാത്ത പലരും ചെയ്യുന്ന ചിലരെ എനിക്കറിയാം കൊച്ചമ്മ. ശരിയെന്നൊന്ന് മൂളിയാ മതി, നാളെ കുട്ടിയെ കൊച്ചയുടെ മുന്നിലെത്തി. നീ പറയുന്നത് നേരാണെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എത്ര ലക്ഷങ്ങൾ ചെലവായാലും. ഇനി മോർക്ക് എന്താ വേണ്ടത്? അതാണെടുക്കൂ. രണ്ട് തവണ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി. 2 പ്രാവശ്യവും നീ എന്നെ തോന്നിച്ചു. തവണ ഞാനും കരുതി തന്നെയാ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട പണം തന്ന ആരാണെന്നറിയോ? വേറെ ആരുമല്ല, ഈ കൊച്ചിന്റെ അമ്മ, നിന്റെ പഴയ ഭാര്യ. ഇന്ന് ഈ കൊച്ചിനെയും കൊണ്ടേ ഞാൻ പോകും. മോളെ മോളെ കൊച്ചമ്മയുടെ പുറത്തു പോയിട്ട് വന്നിട്ടില്ല. മോക്ക് എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല. നീ കൊച്ചമ്മക്ക് ഫോൺ ചെയ്യൂ, ഞാൻ കുഞ്ഞിനെ മോൾ കൊണ്ടേ കിടത്തിയിട്ട് വരാം. മോളിലുണ്ട്. രാമു പറഞ്ഞാ കൊച്ചമ്മേ, ജീവൻ പോലെ ചെയ്തിരിക്കും. നിനക്ക് വേണ്ടത് തരാം. ആദ്യം എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. മോളെ, എന്റെ മോളവിടെ. നീ പറഞ്ഞതാണല്ലേ? നീളം പോലെ നീ അത് ചെയ്തിരിക്കും. ഇത്തവണ തോറ്റു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇനി ഞാൻ ഇറങ്ങുമ്പോൾ
പലതും സംഭവിച്ചെന്ന് വരും. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണ്ടത് എന്റെ കുട്ടിയാണ്. ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ഏറ്റു. ആരും എന്നെ തോൽപ്പിക്കരുത്. എനിക്ക് ജയിക്കണം. ഡോക്ടർ, എന്താ ഇത്? പ്ലീസ് ഡോക്ടർ, ഞാൻ അത്ര കരിയല്ല. വേണ്ട ഡോക്ടർ, എന്നെ ഉപദ്രവിക്കരുത്. വേണ്ട. വേണ്ട ഡോക്ടർ, എന്റെ അടുത്ത് വരുന്നത് വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് തോന്നുന്നു. വേഗം രോഗിയുടെ അടുത്തേക്കില്ല. യെസ് ഡോക്ടർ. ഞാൻ എവിടെയാണ്? എന്റെ ചേട്ടൻ എവിടെ? എല്ലാം പറയാം. ഹലോ, യെസ് സ്പീക്കിംഗ്. കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. വേഗം ചെന്നെ മോളെ കൊണ്ടുവാ. കൊച്ചിനെ കൊണ്ട് ഞാൻ എത്തും. പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ I don't care. നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? നിന്റെ ചേട്ടന്റെ ഉപദ്രവം പോരാൻ കിട്ടോ? ഞാൻ എല്ലാം അറിഞ്ഞു. ചേട്ടന് സുധ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജയിലിൽ നിന്ന് വന്ന ചേട്ടൻ, പ്രാന്താശുപത്രിയിൽ നിന്ന് വരുന്ന അനുജത്തി. എന്തൊരു കുടുംബം! നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് എന്ത് കാര്യം? ഒരു പഴയ ബന്ധത്തിന് ഇത്രയും വലിയ ശിക്ഷയോ? സുധ എന്താണ് ഈ പറയുന്നേ? എന്റെ അച്ഛനെ കൊന്ന നിന്റെ ചേട്ടനെ ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനെ എന്റെ ചേട്ടൻ കൊന്നുവല്ലേ? ചേട്ടൻ ജയിലിൽ അനുഭവിച്ച വേദന ഓർക്കുമ്പോൾ ഇല്ല, മരിച്ചുപോയ ഒരാളുടെ ആഗ്രഹത്തിനായി ജീവിച്ചിരിക്കുന്നവരെ ബലി കഴിക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല. സുധ ഓർക്കുന്നുണ്ടോ? ചേട്ടനും സുധയുടെ അച്ഛനും വഴക്കിട്ട ആ ദിവസം, അന്ന് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ഗോപിയുടെ കത്ത് വന്നു. അതുടനെ ചേട്ടനെ കാണിക്കാനായി പെയ്തുകൊണ്ടിരുന്ന മഴ പോലും വകവയ്ക്കാതെ ഉടനെ പുറപ്പെട്ടു. ചേട്ടന്റെ വണ്ടിയാണല്ലോ. ഇതാ, അങ്കിൾ.
വേണ്ട വേണ്ട. അത് വെച്ചിട്ട് എനിക്ക് മോനെ ഇവിടെ നടന്നു എന്റെ മകൾ അവളായിരുന്നു. അവൾ ദൈവത്തെ പോലെ കരുതുന്ന ഞാൻ എന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഒരു മകനെ പോലെ നീ അത് എനിക്ക് നീ വീട്ടിലേക്ക് വെച്ചോ. ഇവിടെ നടന്നത് മറ്റാരും അറിയരുത്. ഇല്ല ചേട്ടാ, ഞാൻ കുറ്റം ചെയ്തു പോയി. ഷൈനി, ഞാൻ പറയുന്ന കേൾക്ക്. മരിച്ച ഈ മനുഷ്യനെ ഞാൻ വാക്കുകൊടുത്ത് നിനക്കും അറിയാം. ആർക്കും ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിച്ചോളാം. നീ ഇവിടുന്ന് പോയാൽ മാത്രം മതി. സുധി വരാറായിട്ടുണ്ട്. വെച്ചോ. ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മയങ്ങി വീണു. ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ പിന്നീട് എന്തുണ്ടെന്ന് എനിക്കറിയില്ല. നീ പറയുന്നത് ഇതാണ് സത്യം. കൊച്ചിനെ കൊണ്ട് ഞാൻ എത്തും. പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഉടനെ കാണണം. പിന്നെ എവിടെയാണെന്ന് അറിയില്ല. ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാ. കുട്ടിയും കൊണ്ട് ചെന്ന ചേട്ടനെ അവർ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിലോ? സുധ എന്ത് ചെയ്താലും എനിക്കവളെ മറക്കാൻ കഴിയില്ല ദേവി. ഞാൻ പറഞ്ഞ സമയമായില്ലെങ്കിലും മോളെ ഞാൻ അവളെ ഏൽപ്പിക്കും. എനിക്ക് ഇതിൽ കൂടുതൽ അവളെ വിഷമിപ്പിക്കാൻ കഴിയില്ല.
ചേട്ടാ